ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിന് ശ്രദ്ധിക്കണം. ഭക്ഷണം, വ്യായാമം, വിശ്രമം, വെള്ളം, ശുചിത്വം, ഇത് ഓരോന്നും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് എന്ന് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. തൈറോയിഡ് ശരിക്കും നമ്മുടെ ശരീരത്തിലുള്ളൊരു ഗ്രന്ഥിയാണ് അല്ലേ, തൈറോയിഡ് ഗ്ലാൻഡ്. ഈ തൈറോയിഡിൻ്റെ അളവ് കൂടാം കുറയാം. നോർമലി എത്രയാണ് തൈറോയിഡിൻ്റെ അളവ്? TSH എന്നാ പറയുക, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം 5.5 അതിൻ്റെ നോർമൽ, അതിൻ്റെ അളവ് എന്ന് പറയുന്നത്. പക്ഷേ പലപ്പോഴും കുട്ടികൾക്ക് അതിൻ്റെ അളവ് കൂടുതലും വരാം, കുറവും വരാം അല്ലേ. അപ്പോൾ ഈ 5.5 അധികം 5.5 കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയും. ഹൈപ്പോ കൂടുമ്പോൾ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയാം. അതിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? ശരീരം ഇങ്ങനെ വണ്ണം വെച്ച് വരാൻ തുടങ്ങും അല്ലേ. കഴുത്തൊക്കെ ഭയങ്കര തടിച്ച കഴുത്തായിട്ട് ഇങ്ങനെ ലെയറായി കിടക്കുന്ന പോലെ തോന്നും. തൈറോയിഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ എല്ലാവിധ ഘടകങ്ങളെയും ബാധിക്കുന്ന ഒരു അസുഖമാണ്. ദഹന പ്രശ്നം വരും, മെൻസ്ട്രൽ പ്രശ്നം വരും, ഉറക്ക പ്രശ്നം വരും അല്ലേ, സ്ട്രെസ്സിൽ വലിയ വ്യത്യാസങ്ങൾ വരും, ബോഡിയുടെ വെയ്റ്റിൽ വലിയ വ്യത്യാസങ്ങൾ വരും, മൊത്തത്തിൽ ബാധിക്കപ്പെടും. ശരീരം വണ്ണം വെക്കുന്നതായിട്ട് തോന്നും. ഹൈപ്പോ തൈറോയിഡിസത്തിലാണ് ശരീരം വണ്ണം വെക്കുക. പിന്നെ ചിലർക്ക് വയറ് ചാടി വരിക, അതുപോലെ തന്നെ ദഹന പ്രശ്നങ്ങൾ വരിക, ഉറക്കം കിട്ടാത്തത് അവസ്ഥ വരിക, മെൻസ്ട്രേഷൻ കംപ്ലീറ്റ്ലി ഇറഗുലറായിട്ട് മാറുക, പുറമേക്ക് കഴുത്ത് തടിച്ച് വരുന്നതായിട്ട് തോന്നുക, പിന്നെ ഇങ്ങനെ മൊത്തത്തിൽ ഭയങ്കര അനീമിക്കായി മാറുക, അനീമിയ വരും, രക്തവളർച്ച വരും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഹൈപ്പോ തൈറോയിഡിസത്തിൽ വരും. വേറൊരു ഘടകമുണ്ട് ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ എന്താ? തൈറോയിഡിൻ്റെ അളവ് വളരെ വലിയ രീതിയിൽ 0.1 എന്നുള്ള രൂപത്തിലേക്കൊക്കെ കുറയുക അല്ലേ. അങ്ങനെ വരുമ്പോൾ വരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഹൈപ്പർ തൈറോയിഡിസത്തിൽ മെലിച്ചിൽ വരും, ശരീരം മെലിഞ്ഞ് വരും. പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സാധനം അല്ലേ, കഴുത്തിലൊരു മുഴ പോലെ കണ്ടില്ലേ, ഗോയിറ്റർ അല്ലേ, ചെറിയൊരു മുഴ പോലെ വരും. ഭയങ്കര കിതപ്പ് വരും, ഒന്നും ചെയ്യാൻ കഴിയില്ല, അപ്പോഴേക്കും കിതക്കുക അല്ലെ, ഹാർട്ട് ബീറ്റ് കൂടുക. പിന്നെ കണ്ണിങ്ങനെ തള്ളി വരുന്ന പോലെ ഫീൽ ചെയ്യും. അത് കൂടിയ അവസ്ഥയിലാണ് കണ്ണിങ്ങനെ തള്ളി വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. പഠിക്കാനുള്ള ഉന്മേഷം കുറയും. മെമ്മറൈസ് ചെയ്യാൻ കഴിയില്ല, പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും മെമ്മറൈസ് ചെയ്യാൻ പറ്റാത്ത പോലെ വരും. മെൻസ്ട്രേഷൻ ഇറഗുലറായി വരും, ഉറക്കം ഇറഗുലറായി വരും, കോൺസ്റ്റിപ്പേഷൻ വരും, ശോധനക്കമ്മി, കോൺസ്റ്റിപ്പേഷൻ വരും. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ വരും. അതിൽ പ്രധാനമായിട്ട് ടാക്കിക്കാർഡിയ, ഭയങ്കര ഹൃദയമിടിപ്പ് കൂടുക. ടാക്കിക്കാർഡിയ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിലധികം ഇടിച്ചുകൊണ്ടിരിക്കുക, ഭയങ്കര കിതപ്പ് പോലെ ഫീൽ ചെയ്യുക. മെലിച്ചിലും വരും, ഗോയിറ്ററും വരും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിൽ. രണ്ടും പ്രശ്നമാണ്, രണ്ടും മരുന്ന് കഴിക്കണം, മരുന്ന് കഴിച്ച് മാറ്റണം. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വന്നതിന് ശേഷം ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതെന്താ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലേ. വരാതെ നോക്കുക എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈല്, തൈറോയിഡൊക്കെ കുറേയൊക്കെ ഹെറിഡിറ്ററിയാണ്, പാരമ്പര്യമായിട്ട് കിട്ടും അല്ലേ. PCODയും ഹെറിഡിറ്ററിയാണ്, ചില ഡിസീസുകളൊക്കെ ഹെറിഡിറ്ററിയാണ്. പക്ഷെ എന്ത് ചെയ്യാം, നല്ല രീതിയിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്ക് അതിനെ തടുക്കാനായിട്ട് കുറേയൊക്കെ കഴിയും എന്ന് മനസ്സിലാക്കുക കേട്ടോ. സാധാരണ നമ്മൾ ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങളുണ്ട് ഇസ്ലാമിൽ അല്ലേ. ഏതൊക്കെയാണ് ഉറക്കം നിഷേധിക്കപ്പെട്ട സമയങ്ങൾ? മഗ്രിബ് ഇശയുടെ ഇടയിൽ ഉറങ്ങാൻ പാടുണ്ടോ? ഇല്ല. പിന്നെ സുബഹിക്ക് ശേഷം, അസർക്ക് ശേഷം ഉറങ്ങാൻ പാടില്ല അല്ലേ. ഉദയം വരെ കിടന്നുറങ്ങരുത്. ഇങ്ങനെ കുറേ സമയങ്ങൾ പറയുന്നുണ്ട്. ഇതൊക്കെ ശരിക്കും എന്താണെന്നറിയോ? ഇതെല്ലാം സയൻറ്റിഫിക്കലി കൂടി പ്രൂവൺ ആയിട്ടുള്ളതാണ്. ഇസ്ലാമിൽ വർഷങ്ങൾക്ക് മുൻപ് പഠിച്ച സംഗതികൾ ആണ് ഇപ്പോൾ ശാസ്ത്രം അത് ശരിയാണ് എന്ന് അടിവരയിട്ട് പറയുന്നത്. നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള ചിട്ടകളെല്ലാം അത്രയും സയൻറ്റിഫിക്കാണ്,
അത്രയും സയൻറ്റിഫിക്കാണ്. ഇപ്പം നമ്മൾ ഈ സുബഹി നമസ്കാരത്തിന് ശേഷം, സുബഹി നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ സുബഹിക്ക് മുൻപ് നീക്കാം എന്ന് പറയുന്നുണ്ട് അല്ലേ? തെഹജ്ജുദിൻ്റെ ഒരു സമയം എപ്പോഴാണ് പറയുന്നത്? തെഹജ്ജുദിൻ്റെ സമയം സുബഹിക്ക് മുൻപ് ഒരു 4 മണി മുതൽ അല്ലേ? ഈ 4 മണിക്ക് വരെ ഏറ്റവും വലിയ പ്രാധാന്യമാണ് ഇപ്പോൾ ശാസ്ത്രം പറയുന്നത്. എന്താ 4 മണീൻ്റെ പ്രത്യേകത? ശാസ്ത്രീയമായിട്ട് പറയുന്നത്, നമ്മളിത് എത്രയോ വർഷങ്ങളായിട്ട് നമ്മൾ പഠിച്ചതുമാണ്, ആചരിക്കുന്നതുമാണ് അല്ലേ? തഹജ്ജുദിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഈ 4 മണി സമയത്ത് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അവയവം ഹാർട്ടാണ്. ഹാർട്ട് ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് പമ്പ് ചെയ്യുന്നതും ഹാർട്ടിൻ്റെ ഹെൽത്ത് ഏറ്റവും വലിയ രീതിയിൽ എത്തുന്നതുമായിട്ടുള്ള സമയമാണ് 4 മണി മുതൽ 5 മണി വരെയുള്ള സമയം. ആ സമയത്ത് മെഡിറ്റേറ്റ് ചെയ്യുക എന്നാണ് അവർ പറയുന്നത്. നല്ല രീതിയിൽ മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളെയൊക്കെ നമുക്ക് തടുത്ത് നമുക്ക് നല്ലൊരു മാനസിക ഉന്മേഷം, ഊർജം കൈവരിക്കാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതന്നെയല്ലേ തഹജ്ജുദ് അല്ലേ? ഏറ്റവും ഹൃദയം വിശാലമാക്കിക്കൊണ്ട് സൃഷ്ടാവ് ഏറ്റവും അടുത്ത് വന്ന് നമ്മൾ നേരിട്ട് സൃഷ്ടാവിനോട് ആവശ്യപ്പെട്ട് അല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു സമയമല്ലേ തഹജ്ജുദിൻ്റെ സമയം 4 to 5 എന്ന് പറയുന്നത്. ആ സമയം ഹൃദയത്തിന് ഏറ്റവും വിശാലമാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഏറ്റവും ഹൃദയം ശക്തിപ്പെടുന്നതുമായിട്ടുള്ള സമയമാണ്. പിന്നെ സുബഹി നമസ്കാര ശേഷം പലപ്പോഴും ചിലർ ഈ സ്നാപ്പ് എടുക്കുക എന്ന് പറയും അല്ലേ? നിങ്ങളുടെ ഭാഷയിൽ സ്നാപ്പ് എടുക്കുക എന്ന് പറയാം, ഒരു സ്മോൾ സ്നാപ്പ് എന്ന് പറയും. സ്നാപ്പ് എടുക്കാൻ പറയുന്ന സമയം ഏതാ? സ്നാപ്പ് എടുക്കാൻ പറ്റുമല്ലോ അല്ലേ? സ്നാപ്പ് എടുക്കാൻ പറ്റുന്ന സമയമായിട്ട് പറയുന്ന സമയം ഏതാ? രാവിലെ ഒരു 10-ൻ്റെയും 11-ൻ്റെയും ഉള്ളിലാണ് പറയുന്നത്. അല്ലാതെ സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് സ്നാപ്പ് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ സ്നാപ്പ് എടുക്കൽ സ്നാപ്പല്ല, നിങ്ങൾ സ്ലീപ്പാണ് അല്ലേ? സ്നാപ്പ് എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ഒരു റെസ്റ്റ് കണ്ണിനും ശരീരത്തിനും കൊടുക്കുക എന്നുള്ള. പക്ഷേ ഇവിടെ സ്നാപ്പല്ല, സ്ലീപ്പാണ്. ഫുൾ ടൈം കിടന്നുറങ്ങുക. നമ്മൾ ഈ ഉറക്കം ഞാൻ പറഞ്ഞു 8 മണിക്കൂർ മാക്സിമം. 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയാൽ എന്താ സംഭവിക്കണേ? 8 മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങിയാൽ ഭയങ്കര മടി വരും. പിന്നെ നീറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡും ആ ബ്രെയിൻ പ്രവർത്തനം ഒന്നും ശരിക്കും നടക്കൂല അല്ലേ? കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ വലിയ രീതിയിൽ ഇടി വരുന്നൊരു സംഗതിയാണ് കൂടുതൽ ഉറക്കം പ്രശ്നമാണ്. കൂടുതൽ നല്ലതായിട്ട് ഒരിക്കലും പറഞ്ഞില്ല. ഉറക്കക്കുറവിനെക്കാട്ടും പ്രശ്നമാണ്. രണ്ടും പ്രശ്നമാണ്. അപ്പോൾ 6 hours മിനിമം, 8 hours മാക്സിമം. പകലുറക്കം നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. പകൽ മീൻസ് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ പകലായി. പകലുറക്കം നല്ലതല്ല. പകലുറക്കം ആർക്ക് മാത്രം ആവാം? എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് രാത്രിയിൽ ഉറങ്ങാൻ പറ്റിയില്ലെങ്കിൽ എത്ര സമയം നമ്മൾ രാത്രിയിൽ ഉറക്കമൊഴിച്ചോ അതിൻ്റെ പകുതി സമയം വേണമെങ്കിൽ നമുക്ക് പകലുറങ്ങാം, ഒരു ചെറിയ റെസ്റ്റ് എന്ന രൂപത്തിൽ. അതിലപ്പുറം നമുക്ക് പകലുറക്കം പറയുന്നില്ല. നല്ലൊരു ക്വസ്റ്റ്യൻ അല്ലേ? സപ്ലിമെൻറ്റ്സ്, കാൽഷ്യം സപ്ലിമെൻറ്റ്, അയേൺ സപ്ലിമെൻറ്റ്. ഇന്ന് സ്കൂളുകളിലൊക്കെ ഒരുപാട് സപ്ലിമെൻറ്റ്സ് ഒക്കെ തരുന്നുണ്ട് അല്ലേ? കൃമി ഇളക്കാനുള്ള ഗുളിക തരാറില്ലേ? ഡീവേം ചെയ്യാനുള്ളൊരു ടാബ്ലറ്റ്, അതുപോലെ പിന്നെ റുബല്ല വാക്സിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങളുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിയായൊരു ഭക്ഷണ രീതി കൈക്കൊള്ളുന്ന ഒരാൾക്ക് ഈ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പലപ്പോഴും നമുക്ക് ശരിയായ ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ചെല്ലുന്നില്ല. അപ്പോൾ ആ ഒരു ഇപ്പോൾ അയേൺ നമ്മൾ നോക്കിയപ്പോൾ അയേൺ ഡെഫിഷ്യൻസി ഉണ്ട്, രക്തക്കുറവുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കാൽഷ്യം നോക്കിയപ്പോൾ കാൽഷ്യം കമ്മിയുണ്ട്, വൈറ്റമിൻ ഡി കമ്മിയുണ്ട്. അങ്ങനെ കമ്മി വരുമ്പോൾ നമ്മുടെ ബോഡി, ഞാൻ പറഞ്ഞല്ലോ, ബോഡിയിൽ പണ്ടത്തെ പോലെ ഇപ്പോൾ വൈറ്റമിൻ ഡി അടക്കമുള്ള സംഗതികൾ ചിലപ്പോൾ അത് ആഗിരണം ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ബോഡിക്ക് കഴിയുന്നില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈലിൻ്റെ ഒരു പ്രശ്നമാണത്. അതിൽ ആദ്യം ചെയ്യേണ്ടത് ലൈഫ് സ്റ്റൈൽ കറക്ഷനാണ്. ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്തിട്ടും ആഗിരണം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ സപ്ലിമെൻറ്റ്സ് കഴിക്കേണ്ടി വരും. അപ്പോൾ അതിന് നമ്മൾ നല്ല ഉറക്കവും ഭക്ഷണമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുവിധം നമ്മൾ നല്ല ഭക്ഷണവും ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഈ ഡെഫിഷ്യൻസികൾ വരില്ല. എന്നിട്ടും വരുന്നുണ്ടെങ്കിൽ മാത്രമാണ് അവിടെ സപ്ലിമെൻറ്റ്സിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ, ഇത് സ്കൂളിലൊക്കെ ഒന്നും നോക്കാതെ അങ്ങനെ സപ്ലിമെൻറ്റ്സ് കൊടുക്കുകയാണ്.
അതിനോട് എനിക്ക് അത്ര ഒരു ഇത് തോന്നുന്നില്ല. ആവശ്യമുള്ളവർക്കല്ലേ മരുന്നുകൾ, ഔഷധം ആഹാരമാക്കാൻ പാടില്ല അല്ലേ? അപ്പം എന്താ സംഭവിക്കുക? ആഹാരം ഔഷധം പോലെ കഴിക്കേണ്ടി വരും. അപ്പം നമ്മൾ രണ്ടും, ആഹാരവും ഔഷധവും രണ്ടാണ്. ആഹാരം കഴിക്കേണ്ട പോലെ കഴിച്ചാൽ നമുക്ക് ഔഷധം വലിയ രീതിയിൽ വേണ്ടി വരില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ സപ്ലിമെൻറ്റ്സ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിഫക്റ്റ് കൊണ്ടാണ് പലപ്പോഴും വേണ്ടി വരുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രസവ സംബന്ധമായിട്ട് പല അസുഖങ്ങളും വരാറുണ്ട് അല്ലേ? പ്രസവ സംബന്ധമായിട്ട് ചിലർക്ക് പ്രമേഹം വരും അല്ലേ? പ്രമേഹമുള്ള ആളാവില്ല, പക്ഷേ പിന്നെ ഗർഭിണിയായിരിക്കുമ്പോൾ ലാസ്റ്റ് മാസങ്ങളിൽ നോക്കുമ്പോൾ പ്രമേഹം ഉണ്ടായിരിക്കും. അത് പലപ്പോഴും പ്രസവം കഴിഞ്ഞാൽ റെഡിയാവും ചെയ്യും. ചിലർക്ക് പ്രസവ സമയത്ത് വെരിക്കോസിറ്റി വരും അല്ലേ? കാലുകളിൽ ഞരമ്പ് പൊന്തുന്ന പ്രശ്നം കണ്ടില്ലേ? വെരിക്കോസസ് വരും. ചിലർക്ക് ബ്ലഡ് പ്രഷർ വരും. ചിലർക്ക് തൈറോയിഡ് വരും. ഇതൊക്കെ ഈ ഗർഭസമയത്ത് ഉണ്ടാവുന്ന അസുഖങ്ങൾ പലപ്പോഴും ഭാവിയിലേക്കുള്ള സൂചനയാണ്. മനസ്സിലായോ? ഗർഭസമയത്ത് നമുക്ക് തൈറോയിഡ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഭാവിയിൽ നമുക്കത് വി ആർ പ്രോൺ ടു തൈറോയിഡ്, നമുക്ക് തൈറോയിഡ് വരാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് ശരീരം കാണിച്ചു തരാണ്. ഗർഭസമയത്ത് പ്രമേഹം ഉണ്ടെങ്കിൽ അവർക്ക് ഭാവിയിൽ പ്രമേഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്താക്കണം? നമ്മുടെ ഗർഭസമയത്ത് വരുന്ന ലേബർ സമയത്ത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രഗ്നൻസി പീരിയഡിൽ സമയത്ത് സംഭവിക്കുന്ന അസുഖങ്ങളെല്ലാം പ്രഗ്നൻസി കഴിയുന്നതോടുകൂടി മാറാറുണ്ട്, തൈറോയിഡായാലും പ്രമേയായാലും. പക്ഷേ എന്ത് ചെയ്യണം? പിന്നീട് അവർ അത് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ളൊരു ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. ഗർഭസമയത്ത് പ്രമേയം ഉണ്ടായി, ആ സമയത്ത് ഞാൻ മധുരം ഫുള്ള് കുറച്ചു. ഗർഭം കഴിഞ്ഞ് പ്രസവം കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ പ്രമേയം മാറി. അതിൻ്റെ അർത്ഥം ഞാൻ ഇനി പ്രമേയം ഒരിക്കലും വരില്ല എന്നല്ല. ഐ എം പ്രോൺ ടു ഡയബറ്റീസ്. അപ്പം ഞാൻ ഭാവിയിൽ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആ രീതിയിൽ എൻ്റെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഒരു സൂചനയാണത്. വളരെ നല്ല ക്വസ്റ്റ്യനാണ്. അതായത് മെൻസ്ട്രൽ കപ്പിൻ്റെ യൂസേജ്, ആവശ്യം, അതിൻ്റെ ഏജ്, അതിൻ്റെ മെയിൻ്റനൻസ്, അത് പിന്നെ നല്ലതാണോ എന്നുള്ളതാണ് ചോദ്യമായിട്ട് വന്നത്. പലപ്പോഴും ഇന്നത്തെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു സംശയമാണ് മെൻസ്ട്രൽ കപ്പ്. നമ്മൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നതിന് മുൻപ് പല കാലഘട്ടത്തിലും പല സംഗതികളും നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് മെൻസ്ട്രേഷന് ഭാഗമായിട്ട്. പണ്ട് കാലങ്ങളിൽ ക്ലോത്തുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് വന്ന കാലങ്ങളിൽ സാനിറ്ററി പാഡുകളായി അല്ലേ? സാനിറ്ററി പാഡുകളായി. ഇപ്പോൾ ഉള്ള സാഹചര്യമാണ് മെൻസ്ട്രൽ കപ്പുകളുടെ യൂസേജ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നിനും മെറിറ്റ്സും ഡീമെറിറ്റ്സും ഉണ്ട്. ക്ലോത്തുകളുടെ പ്രശ്നം എന്താ? ക്ലോത്തുകൾ കുറേ സമയം വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ലോയിൻ ഇൻഫെക്ഷൻ, കാൽ ഇടുക്കുകളിൽ ചെറിയ രീതിയിൽ ഇൻഫെക്ഷൻസും ചൊറിച്ചിലും ഒക്കെ വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് അത് ഡിസ്പോസ് ചെയ്യാനും മാറ്റാനും ഒക്കെ പണ്ടുള്ള സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അവർ വീടിൻ്റെ അകത്തായിരുന്നു അല്ലേ. പക്ഷേ ഇന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ജോലിക്ക് പോകുന്നു, പെൺകുട്ടികളാണെങ്കിൽ പഠിക്കാൻ പോകുന്നു, അവർ കോളേജിലായിരിക്കും, സ്കൂളിലായിരിക്കും. അപ്പോൾ ഇത് മാറ്റലും കഴുകലും ഉണക്കലും ഒരുക്കലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് സാനിറ്ററി പാഡുകളുടെ ഒരു സമയം വന്നത്. സാനിറ്ററി പാഡുകൾ കുറച്ചും കൂടി എളുപ്പമാണ് യൂസ് ചെയ്യാൻ അല്ലേ? പക്ഷെ കുറച്ചും കൂടി ഹെൽത്ത് വൈസ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനമാണ് ഏത്? സാനിറ്ററി പാഡുകൾ. എന്താണ് പ്രശ്നം? അത് സമയം കൂടുതൽ, അതായത് മാക്സിമം 5 hours ആണ് പറയുന്നത്. ഒരു പാഡ് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം 5 hours നമ്മൾ വെക്കാൻ പാടുള്ളൂ ഒരേ പാഡ്. 5 മണിക്കൂറിലധികം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചും കൂടെ സീരിയസ് ഹെൽത്ത് ഇഷ്യൂസാണ് ഉണ്ടാക്കുന്നത്. കാരണം പാഡുകൾ നിങ്ങൾക്കറിയാം വൈറ്റ് കളറായിരിക്കും, അതിലൊരുപാട് കെമിക്കൽസ് ആഡ് ചെയ്യുന്നുണ്ട്, കെമിക്കൽ കോമ്പനൻറ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അത് വജൈന എന്ന് പറയുന്ന ഏറ്റവും ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരു അവയവമാണ് വജൈന. അതുമായിട്ട് ചിലപ്പം റിയാക്ഷൻസ് വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാം. അതുകൊണ്ടാണ് പാഡുകൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ 5 hours നിർബന്ധമായിട്ട് 5 hours ആകുമ്പോഴേക്കും മാറ്റിയിരിക്കണം. അവിടെ ബ്ലഡ് ആയോ ഇല്ലയോ, നിങ്ങൾ തമാശയ്ക്ക് വെച്ചതാണോ വെച്ചോ, നിങ്ങൾ മാറ്റിയിരിക്കണം. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി മൂന്നാമത് വന്നൊരു കണ്ടീഷനാണ് മെൻസ്ട്രൽ കപ്പ്. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്തവർക്കറിയാം ഇത്രയും എക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഇത്രയും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വേറൊരു മെഷറില്ല.
അത്രയും സിമ്പിൾ യൂസേജാണ്, അത്രയും കംഫർട്ടബിളാണ്, ഈസിയാണ്. കുറച്ചും കൂടെ ഒരുപാട് പ്രശ്നങ്ങൾ മെൻസ്ട്രൽ കപ്പ് കാരണം ഇല്ലാതായിട്ടുണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറുവേദന. സ്വാഭാവികമായിട്ട് നമുക്ക് മെൻസ്ട്രേഷൻ സമയത്ത് വയറുവേദനയും ബുദ്ധിമുട്ടുകളും കൂടുതലായിരിക്കും. ആ വേദനയ്ക്ക് ഒരു ചെറിയ രീതിയിലെങ്കിലും അളവിൽ കുറവ് വരുത്താൻ മെൻസ്ട്രൽ കപ്പുകൾക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാമത്തത് മെൻസ്ട്രേഷനിലാണ് എന്നുള്ളൊരു തോന്നൽ തന്നെ ചിലപ്പോൾ നമുക്കൊരു പ്രശ്നമാണ് അല്ലേ. നമ്മൾ എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചാലും നമ്മൾ പീരിയഡ്സിലാണെന്ന് നമുക്കറിയാൻ കഴിയും. ഡ്രസ്സ് ഇങ്ങനെ നനഞ്ഞു വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും, പാഡുകളായാലും ക്ലോത്ത് ആയാലും ഒക്കെ. പക്ഷെ ആ ഒരു ഫീലിംഗ് ആരില്ലാതാക്കി? മെൻസ്ട്രൽ കപ്പ് ഇല്ലാതാക്കി. നമുക്ക് ഒരിക്കലും ആ ഒരു ഫീലിംഗ് അത് തരില്ല. മൂന്നാമത്തത് അത് ഡ്രസ്സിൽ ആക്കില്ല എന്നാണ്. ലീക്കിംഗ് പ്രശ്നങ്ങൾ മെൻസ്ട്രൽ കപ്പിനില്ല. ഇത് ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു നമുക്ക് ഭയങ്കര ഒരു അൺകംഫർട്ടബിൾനെസ്സാണ്. ഡ്രസ്സിലാവുന്നുണ്ടോ അല്ലേ, ചെറിയ രീതിയിലെങ്കിലും നമുക്കൊരു ഭയങ്കര പ്രയാസം തോന്നുന്നൊരു സംഗതിയാണ്. ആ സംഗതിക്കൊരു വലിയ പരിഹാരമാണ് മെൻസ്ട്രൽ കപ്പ് എന്നുള്ളത്. പിന്നെ ഇത് ഈസിയാണ് കുറച്ചും കൂടെ കൊണ്ട് നടക്കാൻ. നമുക്ക് പാഡ് കൊണ്ട് നടക്കുന്ന പോലെ ബാത്റൂമിലേക്ക് കൊണ്ടുപോവുക, എന്നിട്ട് മാറ്റുക, എന്നിട്ട് എവിടെയെങ്കിലും ഡിസ്പോസ് ചെയ്യുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും മെൻസ്ട്രൽ കപ്പിനില്ല. അതന്നെ റീയൂസബിളാണ്. നമ്മളത് കഴുകിയിട്ട് അതന്നെ യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ കുറച്ചും കൂടെ എന്താ പറയുക, ഇക്കണോമിക്കലി കുറവാണ്, വില കുറവാണ്. മെൻസ്ട്രൽ കപ്പ് പാഡ് വാങ്ങിക്കുന്ന പോലെ ഇങ്ങനെ മാസം മാസം കുറേ പാഡൊന്നും വാങ്ങിക്കേണ്ട. നമുക്ക് ഒറ്റ സാധനം തന്നെ കുറേ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സംഗതിയാണ്. ക്ലീനാക്കി കൊണ്ടെടുക്കണം എന്ന് മാത്രം. ഇനി ഇത്രയ്ക്ക് മെറിറ്റ്സ് ഉണ്ടെങ്കിലും ചില പ്രശ്നങ്ങൾ മെൻസ്ട്രൽ കപ്പിനും ഉണ്ട്. ഒന്നാമത്തെ പ്രശ്നം എന്താണ്? ബാക്കിയുള്ള പാഡും ക്ലോത്തൊന്നും യൂസ് ചെയ്യുന്ന പോലെ പുറത്തല്ല നമ്മൾ വെക്കുന്നു എന്നുള്ളതാണ്.